ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ശക്തമായി വലിയ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ച ഒത്തിരി ആളുകളെ നമ്മൾ കാണാറുണ്ട്. വിശ്വാസത്തിന് വേണ്ടി നിന്ന ആളുകൾ, വിശ്വാസം മുതലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസം മൂലധനമാക്കിക്കൊണ്ട് അത്ഭുതങ്ങളിലൂടെ ദൈവികമായ പദ്ധതികളിലൂടെ കടന്നുപോയവർ, പ്രവേശിക്കപ്പെട്ടവർ, വലിയ കാര്യങ്ങൾ ആർജിച്ചെടുത്തവർ, അങ്ങനെയുള്ള പലരുടെയും കഥകളൊക്കെ നമ്മൾ ബൈബിളിൽ കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിന്തിക്കും, അയ്യോ ഞാനൊരു സാധാരണ വ്യക്തിയല്ലേ, എനിക്കിങ്ങനെ ഇത് എങ്ങനെ സാധ്യമായി തീരും എന്ന് ചിന്തിക്കും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള വ്യക്തിയെ പോലും അസാധാരണമാക്കുന്ന കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും. സാധാരണ രീതിയിൽ നടക്കുന്നതിന് അപ്പുറമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ഞാൻ നോക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സാധാരണയായിട്ട് നടക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പക്ഷെ പലതും അസാധാരണമായിട്ട് കുറച്ചുകൂടെ ഒരു കേക്കിൻ്റെ മുകളിൽ കുറച്ച് ചെറിയൊക്കെ വെച്ച് കുറച്ചും കൂടെ ഫ്ലവറി ആക്കി ഒരു കാര്യം നൽകിയാൽ എങ്ങനെയിരിക്കും, അതുപോലെ കുറേയും കൂടെ മനോഹരമായിട്ട് ഇത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പലതും എൻ്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ടാലൻറ്റ് കൊണ്ടോ എൻ്റെ ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ നേട്ടം കൊണ്ടോ സംഭവിച്ചതല്ല. അതിനപ്പുറം വിശ്വാസത്താൽ കാലുകൾ എടുത്തു വെച്ചപ്പോൾ മുഴുവൻ മഹത്വവും ദൈവത്തിന് എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളാണ്. ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇതുപോലെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ ഇന്നത്തെ ദിവസം എടുത്തു വെക്കുവാൻ കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് പോകുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒരു കോ സ്പോൺസറാണ് മൂന്നാറിൽ നിന്ന് വിജയലക്ഷ്മിയാണ്. താങ്ക് യു സിസ്റ്റർ വിജയലക്ഷ്മി. ഡിസംബർ 11 വിജയലക്ഷ്മിയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അത് ഇന്നലെ ആയിരുന്നല്ലോ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ ആരോഗ്യത്തിൻ്റെ മേഖലകളിൽ, കുടുംബത്തിൻ്റെ മേഖലകളിൽ ഒക്കെ ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ ഈ ആഴ്ചയിലെ ലാസ്റ്റ് ഡേ ആണ്. അടുത്ത ആഴ്ച കൂടി ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദയവായി അറ്റൻഡ് ചെയ്യുക, മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ വരുന്ന 31-ാം തീയതി ന്യൂ ഇയർ ബ്ലെസ്സിംഗ് എന്ന പേരുള്ള സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഞാൻ സ്നേഹപുരസ്സരം എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാം. ഇപ്പോൾ ബ്രദർ ഡാമിൻ അടുത്ത സന്ദേശവുമായിട്ട് കാത്തിരിക്കുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി. ഇത് നിങ്ങളുടെ കഥയാകാം. യോസഫിൻ്റെ കഥയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നു. പക്ഷെ ദൈവം നമുക്ക് ഉറപ്പ് നൽകുന്നു, ഏത് സാഹചര്യത്തിലൂടെ പോയാലും അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായി അതിൻ്റെ പര്യവസാനത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല ഒരു അന്ത്യത്തിലേക്ക് കൊണ്ടുപോകും. ഇയ്യോബിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് ജോബ് 8-7 വചനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. നിന്റെ ആരംഭം അല്പമായി തോന്നും, എന്നാൽ നിന്റെ അവസാനം അതിമഹത്തായിരിക്കും. എന്ന് വെച്ചാൽ your beginning will seem so humble and so simple, so small, but so great shall be your end. അപ്പോൾ തുടങ്ങുന്നത് എങ്ങനെയെന്നുള്ളതല്ല വിഷയം, അവസാനിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് വിഷയം. ജീവിതം എങ്ങനെ തുടങ്ങി, നോ പ്രോബ്ലം. ഒരുപക്ഷെ നിങ്ങൾ ഔട്ട് ഓഫ് വെഡ്ലോക്ക് ജനിച്ച ഒരാളായിരിക്കും. നിങ്ങൾ അപ്പനോ അമ്മയോ വിവാഹം കഴിച്ചിട്ടില്ല, അങ്ങനെ പ്രഗ്നൻ്റായി ജനിച്ച ഒരാളായിരിക്കും. ദൈവസന്നിധിയിൽ ദൈവം നിങ്ങളെ തള്ളിക്കളയില്ല. അത് അൺവാണ്ടഡ് ചൈൽഡ് ആയിരിക്കാം, പക്ഷേ യു ആർ വാണ്ടഡ് ഫോർ ഗോഡ്. ദൈവത്തിന് നിങ്ങളെ വേണം. ഇബ്താഹിൻ്റെ കഥയൊക്കെ അറിയാമല്ലോ. വേശ്യാപുത്രനായിരുന്നു. എന്നാൽ ആ മനുഷ്യനെ വലിയൊരു വീരശൂര പരാക്രമിയെ ഒരു കമാൻഡർ ഇൻ ചീഫാക്കി മാറ്റി. ദൈവം അവനോട് കൂടി ഇരുന്ന് വലിയ ജയങ്ങൾ കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നു. സോ ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മുടെ ജീവിതത്തെ, ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവനാമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ നല്ല ഒരു എൻഡിങ്ങിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. നമ്മളിപ്പോൾ 43-ാം അധ്യായത്തിലാണ്. 43-ാം അധ്യായത്തിൽ 2-ാം പ്രാവശ്യം ധാന്യം മേടിക്കുവാൻ വേണ്ടി അവർ ചെല്ലുന്നു. ഈ പ്രാവശ്യം വളരെ പ്രിപ്പയർഡായിട്ടാണ് പോയിരിക്കുന്നത്.
കുറേ അധികം കനാൻ നാട്ടിലെ പ്രൊഡ്യൂസ് അവരുടെ കയ്യിലുണ്ട്. ഹണി തുടങ്ങി ആൽമണ്ട്സ്, പിസ്റ്റാഷ്യോ, പിന്നെ കുറേ അധികം വേറെ ചില സ്പൈസസോ എന്തൊക്കെയോ ആയിട്ട് കുറേ അധികം സാധനങ്ങളുമായിട്ടാണ് അവരവിടെ ചെന്നിരിക്കുക. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരേണ്ട ഇരട്ടി പൈസ കൊണ്ടുപോയിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ദൂരെ നിന്ന് തന്നെ തൻ്റെ അനുജനായ ബെന്യാമീനെ കണ്ടു. അപ്പോൾ തന്നെ തനിക്ക് വളരെ ഇമോഷണലായി. ഇന്നുച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി ഈ വന്നിരിക്കുന്ന എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ആരോട്? തൻ്റെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു. താൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഇവർ തമ്മിൽ സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാശ് നമ്മുടെ ചാക്കിൽ തന്നെ ആയിപ്പോയി. ഒരു പക്ഷേ ഇവിടെ നിന്ന് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, പക്ഷേ നമ്മൾ കുറ്റക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ കഴുതകളെ മുഴുവൻ, ഇവർ വന്നിരിക്കുന്ന വണ്ടി കഴുതകളെ മുഴുവൻ ഇവർ പിടിച്ചെടുത്തിട്ട് നമ്മളെ അടിമകളാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവരിങ്ങനെ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ കരുണ തോന്നണമേ ഈ മനുഷ്യൻ ക്രൂരമായി ഞങ്ങളോടൊന്നും ചെയ്യരുതേ, എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഡിസ്കസ് ചെയ്ത് ഇരിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് വേണ്ടി യോസഫ് വീട്ടിലേക്ക് കയറി വരികയല്ല, ഇവരെ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കാലിൽ വെച്ചിട്ട് ഒറ്റ വീഴ്ച അവരുടെ മുമ്പിൽ കുനിഞ്ഞ് വീണ് നമസ്കരിക്കുകയാണ്. 27 വചനം നോക്കുമ്പോൾ അവൻ അവരോട് കുശല പ്രശ്നം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ എന്ന് പറഞ്ഞ ഏജ്ഡ് മാൻ, നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പ്രായമുള്ളൊരു അപ്പൻ നാട്ടിലുണ്ടെന്ന്. അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഈസ് ഹി സ്റ്റിൽ അലൈവ്? അതിന് അവർ, ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാന് സുഖം തന്നെ, അവൻ ജീവനോടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെയും പറയുന്നത് കുനിഞ്ഞ് നമസ്കരിച്ചു. ഇംഗ്ലീഷിൽ they bow down prostrating themselves before him. ഇപ്പം എത്ര പ്രാവശ്യമായി ആവർത്തിച്ച് പറയുന്നത്? അവര് സാഷ്ടാംഗം വീണ് നീണ്ടൊരൊറ്റ കിടപ്പ് കിടന്നു. ഓ മൈ ഗോഡ്, സ്വപ്നം നിറവേറുകയാണ്. ദിസ് ഈസ് വെരി എക്സൈറ്റിംഗ്. നമസ്കരിച്ചു. പിന്നെ അവൻ തല ഉയർത്തി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. കണ്ണ് നിറച്ചൊന്ന് നോക്കി. കാരണം തൻ്റെ ബ്ലഡാണ് നിൽക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അന്നൊക്കെ ഒരുമിച്ച് കളിച്ചതും ഒരുമിച്ച് നടന്നതും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങിയതും. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവനെ കാണാൻ പറ്റി. ബാക്കി ബ്രദേഴ്സൊക്കെ ഹാഫ് ബ്രദേഴ്സാണ്. ഇവൻ എൻ്റെ സ്വന്തം ബ്രദർ. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. ഇതാണോ നിങ്ങൾ പറഞ്ഞ ഇളയാള്? ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് അവനോട് പറഞ്ഞു. അനുജനെ കണ്ടിട്ട് യോസഫിൻ്റെ മനസ്സ് ഉരുകിയത് കൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട സ്ഥലം അന്വേഷിച്ച് അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. ഇവിടെ പെട്ടെന്ന് ഡീപ്ലി മൂവ്ഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ഹിസ് ബ്രദർ, ജോസഫ് ഹറിഡ് ഔട്ട് and looked for a place to weep. He went into his private room and wept there. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഈ ഇളയ ആളെ കണ്ടതോടുകൂടി ഇമോഷണലായി. പഴയ കാര്യങ്ങളെല്ലാം കൂടെ അങ്ങ് ഓർത്തു. അവരുടെ മുമ്പിൽ വെച്ച് കരയുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചു ഓടി തൻ്റെ പ്രൈവറ്റ് റൂമിൽ കയറി അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞു. ഞാൻ ചിന്തിക്കുവാണ്, ഇപ്പോൾ അദ്ദേഹം ചെങ്കോലുള്ള രാജാവിൻ്റെ മുദ്രാമോതിരമുള്ള അധികാരിയായ ഒരു ഭയങ്കര മനുഷ്യനാണ്. പക്ഷെ എൻ്റെ ഹൃദയം ഉരുകുന്ന ഹൃദയമാണ്, അലിയുന്ന ഹൃദയമാണ്, സ്നേഹമുള്ള ഹൃദയമാണ്, ആർദ്രതയുള്ള ഹൃദയമാണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഏത് പൊസിഷനിലെത്തിയാലും എത്ര ഉന്നതങ്ങളിലെത്തിയാലും ഹൃദയം കരുണയുള്ള, മനസ്സലിവുള്ള, അലിയുന്ന ഒരു ഹൃദയം, കരയുന്ന കണ്ണുകൾ. യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ ദൈവപുത്രനായിരുന്നിട്ട് പോലും മനുഷ്യപുത്രനായി വന്നിട്ടും അവൻ ദിവസം തോറും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. എനിക്ക് വേണ്ടി കണ്ണുനീർ തൂകിക്കാണും, നിനക്ക് വേണ്ടി കണ്ണുനീർ തൂകിക്കാണും.
അതുകൂടാതെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു വലിയ മനുഷ്യനാണ്, അധികാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹൃദയം നുറുക്കമുള്ളൊരു ഹൃദയം ഉണ്ടാകുന്നത് വലിയ ഭാഗ്യമാണ്. പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്നു, തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവിടെ ചെന്ന് കരഞ്ഞ ശേഷം കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി പുറത്തേക്ക് വരണ്ടല്ലോ എന്ന് വെച്ച് മുഖമെല്ലാം കഴുകി വൃത്തിയാക്കി അതൊന്നും നടിക്കാത്ത രീതിയിൽ പുറത്തു വന്നു. തന്നെത്താൻ അടക്കി തന്നെ കൺട്രോൾ ചെയ്ത് താൻ വന്നു ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു വെച്ചു. മിസ്രൈമർ എബ്രായരോടുകൂടെ ഭക്ഷണം കഴിക്കുകയില്ല, അത് മിസ്രൈമർക്ക് വെറുപ്പാവും. വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും ലഞ്ചിന് ഒരുമിച്ച് മീറ്റ് ചെയ്തെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കില്ല. കാരണം മിസ്രൈമിലെ ഒരു രീതി അതാണ്. ഇവർ മിസ്രൈമിലെല്ലാവരും എബ്രായരാണ്, എങ്കിലും ഇതുവരെ താൻ തന്നെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് യോസഫിന് പ്രത്യേകം ഭക്ഷണം കൊടുത്തു. അവർക്ക് എന്ന് വെച്ചാൽ ബ്രദേഴ്സിന് പ്രത്യേകം, അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമർക്ക് വേറെ കൊടുത്തു. മിസ്രൈമർ എബ്രായരോടുകൂടെ ഭക്ഷണം കഴിക്കുകയില്ല. അങ്ങനെ വേറെ വേറെ ഗ്രൂപ്പുകളൊക്കെ ആയിട്ടിരുന്ന് യോസഫ് ഒറ്റയ്ക്ക്, ബ്രദേഴ്സ് ഇവിടെ, തന്നോടുകൂടെയുള്ള മിസ്രൈമർക്ക് മാറ്റി വേറെ. കാരണം ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തവർ കഴിക്കുകയില്ല. ഇനി കേട്ടോ, മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവൻ്റെ മുമ്പാകെ ഇരുത്തി. ഏജ് അനുസരിച്ച് ഏറ്റവും ആദ്യം റൂബേൻ തുടങ്ങി ഇങ്ങറ്റത്ത് ബെന്യാമിൻ, ഏജ് അനുസരിച്ചിരുത്തി. അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു. അവൻ തൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു. തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന അവർക്ക് ഷെയർ കൊടുക്കുക. ബെന്യാമിൻ്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ 5 ഇരട്ടിയായിരുന്നു. അവർ പാനം ചെയ്ത് അവനോടുകൂടെ ആഹ്ലാദിച്ചു. ഈ മണ്ടന്മാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നൊന്നുമില്ല. ഈ മൂത്ത ആൾ തുടങ്ങിയുള്ളവർക്കൊക്കെ ഒരു പ്രത്യേക ഓഹരി കൊടുത്തപ്പോൾ 5 ഇരട്ടിയാണ് ബെന്യാമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നൊന്നും മനസ്സിലാക്കാനുള്ള പ്രാപ്തി അവർക്കില്ല. ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. അവർ പാനം ചെയ്ത് അവനോടുകൂടെ ആഹ്ലാദിച്ചു. അവിടെ പറയുന്നത് ബെഞ്ചമിൻസ് പോർഷൻ വാസ് 5 times as much as anyone else's, so they feasted and drank freely with him. ഇതുവരെ നേരത്തെ ഇങ്ങനെ സ്ട്രിക്റ്റായി നിങ്ങൾ ചാരന്മാരാണ്, നിങ്ങൾ അങ്ങനെയുള്ളവരാണ്, എല്ലാവരെയും ജയിലിൽ പിടിച്ചിട്ട് ആ മനുഷ്യൻ ഇപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? ഒരുപക്ഷെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു വന്നിട്ടാകാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊരു പക്ഷേ ചിന്തിച്ച് കാണും. എനിവേ, ഈ ഡ്രമാറ്റിക്കായ രീതിയിൽ പല കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് ഒരൊറ്റച്ചാട്ടം ചാടാം. 44. അനന്തരം അവൻ തൻ്റെ ഗൃഹവിചാരകനോട്, തൻ്റെ കീഴിലുള്ള സ്റ്റിവാർഡിനോട്, നീ ഇവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച്, എന്ന് വെച്ചാൽ കൊള്ളാവുന്നിടത്തോളം അമർത്തി കുലുക്കി നിറച്ചോളാൻ പറയും. ഓരോരുത്തരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൽ വായ്ക്കൽ വെക്കുക. ഇപ്പോൾ കൊണ്ടുവന്ന ആ ദ്രവ്യം എല്ലാം കൂടി അവരവരുടെ ചാക്കിൽ വെക്കുക. നോക്കൂ, തൻ്റെ സഹോദരങ്ങളിൽ നിന്നും 1 രൂപ പോലും, നമ്മുടെ നാട്ടിൽ 1 വെള്ളിക്കാശ് പോലും ഈടാക്കാതെ ഫ്രീ ആയി കൊടുക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, തൻ്റെ ഹൃദയം. ദൈവം നോക്കുന്നത് മനുഷ്യൻ്റെ മുഖമല്ല, ഹൃദയമാണ്. ഹലോ, നിങ്ങളുടെ എൻ്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. ആ ഹൃദയത്തിൻ്റെ നിലവാരവും രീതിയും കണ്ടിട്ടാണ് ദൈവം പ്രതിഫലം നൽകുന്നത്. അവിടെ പുറത്തൊരു കാര്യം അഭിനയിക്കാം, അകത്ത് വേറൊന്നും കൊണ്ട് നടക്കാം. പക്ഷെ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. യോസഫ് അനുഗ്രഹിക്കപ്പെടാൻ കാരണം അവൻ്റെ ഉത്കൃഷ്ട മനസ്സ്, അവൻ്റെ ഉത്കൃഷ്ടമായ സ്വഭാവം, അവൻ്റെ നല്ല ഹൃദയം, അവൻ്റെ നല്ല ക്യാരക്ടർ, ദൈവത്തോടുള്ള അവൻ്റെ ഭയം, ഭക്തി, സ്നേഹം, തൻ്റെ പ്രാർത്ഥനാ ജീവിതം, ദൈവവുമായുള്ള തൻ്റെ സംസർഗം, ഇതൊക്കെയാണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ആ പൊത്തിഫറിൻ്റെ വീട്ടിൽ ആ ഭാര്യ പരീക്ഷിച്ചപ്പോൾ വീണു പോകാതെ പിടിച്ചു നിന്നെങ്കിൽ തൻ്റെ ദൈവത്തെയല്ലേ ഉയർത്തിയത്? അവിടെ പറഞ്ഞത് എന്താണ്? ദൈവഭയമുള്ളവനായതുകൊണ്ട്
ഞാനിതൊരിക്കലും ചെയ്ത് ദൈവത്തോട് ഞാൻ പാപം ചെയ്യില്ല. ദൈവത്തെ അവനോട് ഉയർത്തി. ഭൂമിയിൽ വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാം ദൈവത്തെ ഉയർത്തിപ്പിടിക്കുകയും ദൈവനാമത്തിൽ ചെയ്യും, ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുവാണെങ്കിൽ ദൈവം പ്രതിഫലം തരാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ളവരെ ദൈവം ഉയർത്താതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ദൈവം തീർച്ചയായും അങ്ങനെയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരും. വായന തുടരുകയാണ്. 2-ാമത്തെ വചനത്തിൽ, ഇളയവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെള്ളി കൊണ്ടുള്ള എൻ്റെ പാനപാത്രവും അവൻ്റെ ധാന്യവിലയും വെക്കുക എന്ന് കൽപ്പിച്ചു. യോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട, യോസഫിനെ ദൈവം വലിയ ജ്ഞാനബുദ്ധിയാൽ നിറച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഉയരുവാൻ ആവശ്യമുള്ളത് ജ്ഞാനമാണെന്ന് എല്ലാവർക്കും അറിയാമോ? ഈ നമ്മുടെ ശലോമോൻ അല്ലെങ്കിൽ സോളമൻ, തൻ്റെ പിതാവായ ദാവീദ് മരിച്ചു. സോളമനാണെങ്കിൽ വളരെ ചെറുപ്പമാണ്, ടെൻഡർ ഏജിലാണ്. അവനൊരു കാര്യം മനസ്സിലായി, ഈ കടൽ തീരത്തെ മണൽത്തരി പോലെ കിടക്കുന്ന ഈ ജനത്തെ ഭരിക്കാൻ ആവശ്യമായ ഒരു അനുഭവ സമ്പത്തോ കഴിവോ എനിക്കില്ല. അതുകൊണ്ട് ദൈവമേ, ഇവരെ നല്ല രീതിയിൽ പരിപാലിക്കാൻ ആവശ്യമായ ജ്ഞാനമുള്ളൊരു ഹൃദയം എനിക്ക് തരണം. കാശ് ചോദിച്ചില്ല, പണം ചോദിച്ചില്ല, ശത്രുജയം ചോദിച്ചില്ല, വേറൊന്നും ചോദിച്ചില്ല. അവൻ ചോദിച്ചത് ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. വിസ്ഡം ഈസ് മോർ പ്രഷ്യസ് ദാൻ റൂബീസ്. എത്ര വിലപിടിപ്പുള്ള രത്നങ്ങളെക്കാൾ ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിച്ചത് എന്താണോ അതിനേക്കാൾ വിലപിടിച്ചതാണ് ജ്ഞാനം. കുറെ കാശുണ്ട്, പക്ഷെ ഒരു മൂടന്റെ ഹൃദയമോ തലയുമാണെങ്കിൽ അവൻ ആ കാശ് മൊത്തം നശിപ്പിക്കും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ജ്ഞാനം. ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ സകലവും ദാനമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കുക, ദൈവം ജ്ഞാനം നൽകും. ജ്ഞാനത്തെ ദൈവം തരും. ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളത് ജ്ഞാനികളെയാണ്, വൈസ് മെൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് നോട്ട് ദ വിസ്ഡം ഓഫ് ദിസ് വേൾഡ്. ഇറ്റ് ഈസ് എ ഗോഡ്ലി വിസ്ഡം ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്ന് വരുന്ന നിർമ്മലമായ ആ ഒരു ജ്ഞാനമാണ് നമുക്ക് ആവശ്യം. എല്ലാ ദിവസവും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനും കടഭാരം മാറാനും ഒക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആദ്യം ഇതൊന്ന് പ്രാർത്ഥിക്കർത്താവ് എനിക്ക് ജ്ഞാനം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ കടത്തിൽ നിന്ന് പുറത്തു വരാമെന്നുള്ളത് പെട്ടെന്ന് ക്ലിക്കാവും. വേഗത്തിൽ നിങ്ങൾ പുറത്തു വരും. മാത്രമല്ല, ഇനി കടത്തിൽ പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ജ്ഞാനത്തിൽ അറിയാൻ കഴിയും. ഓ മൈ ഗോഡ്, എൻ്റെ വാട്സപ്പ് മെസ്സേജിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രയർ കോൾ സെൻറ്ററിലൊക്കെ എത്രയോ ആയിരങ്ങളാണ് കടഭാരത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. ഹൃദയത്തിൽ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ കടത്തിൽ നിന്ന് പുറത്തു വരിക മാത്രമല്ല, ഇനി കടഭാരത്തിൽ പോകാതിരിക്കാനുള്ള കൃപ കൂടി കിട്ടും. എനിവേ, കമ്മിങ് ബാക്ക്, 3-ാമത്തെ വചനം, നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്ര അയച്ചു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു. ദൂരത്താകും മുമ്പേ യോസഫ് തൻ്റെ ഗൃഹവിചാരകനോട് എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക. ഒപ്പമെത്തുമ്പോൾ അവരോട്, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്ത്? അതിലല്ലയോ എൻ്റെ യജമാനൻ കുടിക്കുന്നത്? അതിനാലല്ലയോ ലക്ഷണം നോക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറയുക എന്ന് കൽപ്പിച്ചു. അവൻ അവരുടെ അടുക്കിലെത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു. അവർ അവനോട് പറഞ്ഞത്, യജമാനൻ ഇങ്ങനെ പറയുന്നത് എന്ത്? ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല. ഞങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കനാൻ ദേശത്ത് നിന്ന് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ. പിന്നെ ഞങ്ങൾ നിന്റെ യജമാനന്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ? അടിയങ്ങളിൽ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ, ഞങ്ങളും യജമാനൻ അടിമകളായി കൊള്ളാം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? യോസഫ് ചില ട്രിക്കുകൾ ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ജീവിതത്തിൽ ഇവർ ചെയ്തു കൂട്ടിയ തിന്മകളും ക്രൂരതകളും ക്രൂര വിനോദങ്ങളും പ്രാങ്ക്സ്, ഇതിൻ്റെയൊക്കെ ഒരു റിയലൈസേഷൻ ഇവർക്കുണ്ടാകാൻ വേണ്ടി ദൈവം യോസഫിനെ അവർക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾറൈറ്റ്, അങ്ങനെ ഇവർ ഈ യോസഫ് പറഞ്ഞതനുസരിച്ച് പുറകെ പോയി ഇവരെ പിടിച്ചു.
പിടിച്ചിട്ട് പറഞ്ഞു, യജമാനൻ കുടിക്കുന്ന ആ പാനപാത്രം, വെള്ളിപ്പാനപാത്രം നിങ്ങൾ എന്തിനു കട്ടോണ്ട് പോയി? അവർ കട്ടോണ്ട് പോയിട്ടൊന്നുമില്ല എന്ന് മാത്രം. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ നിഷ്കളങ്കരാണ്, ഞങ്ങളുടെ തെറ്റല്ല, ഇവിടത്തെ ഗോഡൗണിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ തെറ്റായിരിക്കാം, ഞങ്ങളുടെ കാശൊക്കെ അതിനകത്ത് വന്നു, അതും ഞങ്ങൾ കൊണ്ടുവന്നു, ഇപ്പോൾ മേടിക്കാനുള്ള കാശും കൊണ്ടുവന്നു, ഇത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നത് എന്ത്? അപ്പോൾ ഒരു മറുവശം ചിന്തിക്കണം, യോസഫ് എത്രയോ വർഷം പലതിൻ്റെയും കുറ്റമേറ്റു, താൻ ചെയ്യാത്ത കുറ്റത്തിന് ഏറ്റില്ലേ? പൊത്തിഫറിൻ്റെ ഭാര്യ, ഈ ബ്രദേഴ്സ്, ഇവരെല്ലാം അവനെ കുറ്റം ആരോപിച്ച് കള്ളനാക്കി, ഇവനൊരു റേപ്പിസ്റ്റാക്കി ഒക്കെ ചെയ്തില്ലേ? ഇവരിപ്പോൾ അതിൻ്റെയൊക്കെ കൊയ്യുകയാണ്. ഇനി ഏതായാലും ഒരു നല്ല പര്യവസാനത്തിലേക്കാണ് എല്ലാവർക്കും വേണ്ടി ദൈവം ഇത് നടത്തുന്നത് എന്നതാണ് നമ്മുടെ ആശ്വാസം. അതാണ് എൻ്റെ നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളുടെ ജീവിതത്തിലും പല ട്വിസ്റ്റുകൾ വന്നാലും, കുറ്റാരോപണങ്ങൾ വന്നാലും, എന്നാ വന്നാലും അവസാനം നല്ലൊരന്ത്യം കർത്താവ് തരും. അടിയങ്ങൾ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ. അത്രയ്ക്ക് ഉറപ്പാണ്. ഞങ്ങൾ കട്ടിട്ടില്ല. യജമാനൻ്റെ, നിങ്ങളുടെ യജമാനൻ്റെ വെള്ളിപ്പാനപാത്രം ഞങ്ങൾ കട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ച് ചെയ്തു. ആരുടെ ചാക്കിലാണ് കാണുന്നത് അയാൾ ചാകട്ടെ. മാത്രമല്ല, ഞങ്ങൾ അടിമകളായിട്ട് ഇവിടെ കിടന്നുള്ളൂ, ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല. അതിനവൻ നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ. അതാരുടെ പക്കൽ കാണുന്നുവോ അവൻ എനിക്ക് അടിമയാകും. നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും. അവർ ബന്ധപ്പെട്ട ചാക്ക് നിലത്തിറക്കി, ഓരോരുത്തൻ താൻ്റെ ചാക്കഴിച്ചു. എല്ലാവരും ചാക്കഴിച്ചു. അവൻ മൂത്തവൻ്റെ ചാക്ക് തുടങ്ങി ഇളയവൻ്റേത് വരെ ശോധന കഴിച്ചു. ബെന്യാമിൻ്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു. കാരണം അതിലാണ് വെച്ചത്, മനഃപൂർവ്വം വെച്ചതാ. ഇവരെ നല്ല രീതിയിലൊന്നും കൊണ്ടുവരണ്ടേ, ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരുത്തണ്ടേ അതിനു വേണ്ടി. അപ്പോൾ അവർ വസ്ത്രം കീറി, ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടക്കിച്ചു. വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ ഇവർ അകത്തിടുന്ന ഡ്രസ്സിൻ്റെ പുറകെ ഒരു മേൽവസ്ത്രം ഇടും. ഈ മേൽവസ്ത്രം അതിഭയങ്കരമായ ദുഃഖം, വിലാപം, ഒരു വലിയ ഒരു ദുരന്തം നടന്നു, ഒരു മരണമുണ്ടായി. ആ സമയത്ത് ഇവർ ഡ്രസ്സ് പിടിച്ചൊരു ഒറ്റ കീറ് കീറും. അത് കാണിക്കുന്നത് അവരുടെ ഹൃദയം ഇതുപോലെ കീറിയുന്ന, ഐ ആം സോ ഡിസ്ട്രെസ്ഡ്, ഐ ആം സോ ബ്രോക്കൺ, ഐ ആം സോ സാഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. ചിലര് മുടി പിച്ചി പറിക്കും, ചിലര് പൂഴി മണ്ണ് വാരി തലയിലിടും, ചിലര് ചാരം മേല് മുഴുവൻ തേച്ച് പിടിപ്പിക്കും, വെണ്ണീർ. ചിലര് ചാക്ക് വസ്ത്രം, ചണവസ്ത്രം ധരിച്ചിട്ട് നിലത്ത് പൊടി വാരി എറിഞ്ഞ് വിലപിക്കും. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഈ യഹൂദന്മാരുടെ രീതി, അല്ലെങ്കിൽ എബ്രായരുടെ രീതി. ഏതായാലും ഇവർ റിട്ടേൺ അടിക്കുകയാണ്, തിരിച്ച് പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. യഹൂദയും അവൻ്റെ സഹോദരന്മാരും യോസഫിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അതുവരെ അവിടെ തന്നെയായിരുന്നു. കാരണം യോസഫിനെ അറിയാലോ ഇവരിപ്പോൾ തിരിച്ചു വരും. അവർ അവൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. അണ്ടർലൈൻ ചെയ്യും, ഹൈലൈറ്റ് ചെയ്യും. ഞാൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ദാ കിടക്കുന്നു. ഇപ്പം എത്ര പേരുണ്ട്? 11 പേര്. നേരത്തെ 10ആയിരുന്നു, ഇപ്പം ബെന്യാമിൻ ഉൾപ്പെടെ 11 പേര് ദാ കിടക്കുന്നു. യോസഫ് അവരോട്, നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി എന്ത്? എന്നെ പോലെയുള്ള ഒരുത്തിന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അവരോട് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. എനിക്കറിയില്ലേ നിങ്ങൾ ആരുടെ എന്തിലാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അപ്പോഴേ മനസ്സിലായി, ലക്ഷണവിദ്യയിൽ തെളിഞ്ഞു എന്നങ്ങ് പറഞ്ഞു അവിടുത്തെ രീതിയിൽ. അതിന് യഹൂദ യജമാനോട് ഞങ്ങൾ എന്ത് പറയേണ്ടു, എന്ത് ബോധിപ്പിക്കേണ്ടു, എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദേ ആർ ഹെൽപ്ലെസ്. ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഇതാ ഞങ്ങൾ യജമാനൻ അടിമകൾ. സ്വപ്നത്തിൻ്റെ നിറവേറൽ. ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു. അതിനവൻ, അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യില്ല. ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും. നിങ്ങളോ സമാധാനത്തോടെ നിങ്ങൾ അപ്പൻ്റെ അടുക്കൽ പോയിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ അടുത്തി എന്ന് പറഞ്ഞു, യജമാനനെ, അടിയൻ യജമാനോട് ഒന്ന് ബോധിപ്പിച്ചുകൊള്ളട്ടെ, അടിയൻ്റെ നേരെ കോപം ജ്വലിക്കരുതേ. എന്നാൽ യഹൂദ അവിടെ നിന്ന് ഗ്യാരണ്ടിയും വാറണ്ടിയൊക്കെ കൊടുത്തിട്ടാണ്
ബെന്യാമീനെ അപ്പൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. യജമാനൻ ഫറവോനെ പോലെയല്ലയോ? നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു. അതിന് ഞങ്ങൾ യജമാനോട്, ഞങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകനുമുണ്ട്. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. അവൻ അപ്പൻ്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ ഞങ്ങളോട്, എനിക്ക് കാണേണ്ടതിന് അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവിനെന്ന് കൽപ്പിച്ചുവല്ലോ. ഞങ്ങൾ യജമാനോട്, ബാലൻ അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇതിനാണ് സോൾട്ടായി എന്ന് പറയുന്നത്. അത്രയ്ക്ക് അവർ ബോണ്ടിങ് ആണ്. അതിന് യജമാനൻ അടിയങ്ങളോട്, നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോടുകൂടെ വരാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയില്ലെന്ന് ഏൽപ്പിച്ചു. അവിടുത്തെ അടിയാനായ അപ്പൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്നു. യജമാനൻ്റെ വാക്കുകൾ അറിയിച്ചു. അനന്തരം ഞങ്ങളുടെ അപ്പൻ, നിങ്ങൾ ഇനിയും പോയി കുറേ ധാന്യം കൊള്ളുമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് എങ്ങനെയെങ്കിലും അയാളെ കൺവിൻസ് ചെയ്ത് ബെന്യാമിനെയും കൊണ്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സമയം തിരികെയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചുറ്റിക്കെട്ടുകളും വള്ളിക്കെട്ടുകളും പുള്ളിക്കെട്ടുകളും എല്ലാം ഉണ്ടായാലും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകല നന്മയ്ക്കാക്കി മാറ്റും. ഉറപ്പ്. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, തിരുനാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവിധ രോഗങ്ങളും മാറിപ്പോട്ടെ. കാലിൽ നീരുള്ളൊരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകുന്നു. ആസ്മാറ്റിക് പ്രോബ്ലം ഉള്ളൊരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം. കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോണുകൾ പുറത്തു പോകട്ടെ. ഡയാലിസിസ് നടക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അത് സ്റ്റോപ്പായി കിഡ്നികൾ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങട്ടെ. അതുപോലെ പ്രമേഹ രോഗം, ഡയബറ്റീസ് ഉള്ള ചിലരെ കർത്താവ് വിളിക്കും. തിരുനാമത്തിൽ ഇപ്പോൾ കർത്താവെ വലിയ വിടുതലുകൾ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കും. താങ്ക് യു മാസ്റ്റർ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. എല്ലാവരെയും തൊട്ടനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പർ വിളിക്കാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ ദൈവവചനത്തിന്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.